ഇതൊരു കറിവേപ്പ് കൃഷിയെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇതെൻ്റെ വീട്ടിലെ കറിവേപ്പ് ചെടിയാണ്. ഇത് നട്ടിട്ട് ഇപ്പോൾ 1 മാസം പോലും ആയില്ല. അതിന് മുമ്പേ കണ്ടോ ഇത് എത്ര ആരോഗ്യത്തോടെ ഇത് നിൽക്കുന്നതെന്ന് കണ്ടോ. എത്ര ആരോഗ്യത്തോടാണ് നിൽക്കുന്നത്. നല്ല നല്ല പച്ചപ്പുള്ള ഇലയും നല്ല പൊട്ടിക്കിളിപ്പുമായിട്ടാണ് ഇത് നിൽക്കുന്നത്. അന്നേരം ഇതിന് ചെയ്ത വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം ഇതിൻ്റെ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് വിട്ട് കൊടുത്താണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അന്നേരം ഇതിന് നമ്മൾ ആഴ്ചയിലൊരിക്കൽ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. ഒരു 1.5 ലിറ്റർ 1 ലിറ്റർ കഞ്ഞിവെള്ളം 1 ലിറ്റർ കഞ്ഞിവെള്ളം മതി. 1 ലിറ്റർ കഞ്ഞിവെള്ളം 2 ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ചൂട് സമയമാണ് നല്ലതായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സന്ധ്യ നേരത്ത് വൈകിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് രാവിലെ ആകുമ്പം പിന്നെ നല്ലോണം വെള്ളവും ഒഴിച്ചു കൊടുക്കണം. അന്നേരം നമ്മുടെ കറിവേപ്പ് ഇതുകൂട്ട് പെട്ടെന്ന് തഴച്ച് വളരും. ഇത് മഴക്കാലത്താണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചുമ്മാ ചോട്ടിലോട്ട് കറിവേപ്പിൻ്റെ ചോട്ടിലോട്ട് ചുമ്മാ കൊണ്ടുവന്ന് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. അന്നേരം തന്നെ നല്ലതായിട്ട് വളർന്ന് കിട്ടും. കാരണം മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ച് ചൂടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ഉണക്കായതുകൊണ്ട് ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് നല്ലതായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ കറിവേപ്പ് ഇതുകൂട്ട് നല്ലതായിട്ട് വളരും. നല്ല പച്ചപ്പോടെ നല്ല ഇലയോടെ വളരും. എൻ്റെ കറിവേപ്പ് നല്ല സൂപ്പറായിട്ടാണ് നിൽക്കുന്നത്. നല്ല നല്ല ഇലയും നല്ല തളിർപ്പോടും എൻ്റെ കറിവേപ്പ് നിൽക്കുന്നത് കണ്ടോ. ഇത് നമ്മൾ വളത്തിൻ്റെ തന്നെയല്ല, നമ്മൾ നല്ല രീതിയിൽ ഇത് സൂക്ഷിക്കുകയും ചെയ്യണം. എന്നും നമ്മൾ ഇത് വന്ന് നോക്കണം. ഇതിൻ്റെ ഇലയിൽ വല്ല പുഴുക്കളുണ്ടോ, പുഴുക്കൾ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. ഇവത്തേലും അങ്ങനെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു പുഴുക്കളുടെ മുട്ടയും പുഴുക്കളും ഒക്കെ. ഞാനതെന്നും വന്ന് ശ്രദ്ധിച്ച് നോക്കും. എന്നിട്ട് ഒരു കുഞ്ഞൊരു കമ്പൊരു ഈർക്കിൽ കൂട്ടുള്ളത് എടുത്ത് അന്നേരം തന്നെ അതിനെ തോണ്ടി അങ്ങ് കളയും. അല്ലെ നമ്മുടെ കറിവേപ്പ് ചെടി വളരത്തില്ല. മൊത്തം അതുങ്ങൾ നശിപ്പിച്ച് കളയത്തുള്ളൂ പുഴുക്കളെല്ലാം വന്ന്. അതുകൊണ്ട് നമ്മൾ എന്നും വന്ന് കറിവേപ്പ് നോക്കി ശ്രദ്ധിച്ച് ഇതേ രീതി ഞാൻ പറഞ്ഞ കൂട്ട് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമ്മുടെ കറിവേപ്പ് നല്ല സൂപ്പറായിട്ട് ഇത് കൂട്ട് വളരും. കണ്ടോ, ഇതെൻ്റെ കറിവേപ്പ് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന. ഇത് നട്ടിട്ട് 1 മാസം പോലും ആയതല്ല. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. കണ്ടോ, അതിന് മുമ്പേ തന്നെ ഇത് കണ്ടോ എന്ത് ആരോഗ്യത്തോടെ വളർന്ന് വന്നിരിക്കുന്ന. ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ നട്ടിട്ട്. ഇച്ചിരി നല്ല തൈ നോക്കിയാണ് ഞാൻ നട്ടത്. ഇത് കണ്ടോ നല്ലതായിട്ട് അതുകൊണ്ട് വളർന്ന് നിൽക്കുന്നു. നട്ടതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അന്നേരം എല്ലാവരും അത് കയറി കാണുക. ഇതുകൂട്ടുള്ള നല്ല നല്ല കൃഷി വീഡിയോസാണ് നമ്മുടെ ചാനലിലുള്ളത്. കുക്കിംഗ് വീഡിയോസും ഉണ്ട്. കണ്ടോ, ഇത് കണ്ടോ എൻ്റെ കറിവേപ്പ് നല്ല അടിപൊളിയായിട്ടാണ് അന്നേരം വളർന്ന് നിൽക്കുന്നത്. ഇതുകൂട്ട് എല്ലാവരും ചെയ്യുക. ഞാൻ പറഞ്ഞ രീതി എല്ലാവരും വളപ്രയോഗമൊക്കെ ചെയ്യുക. നല്ല നല്ല കറിവേപ്പുകൾ ഇതുകൂട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് പിടിപ്പിക്കുക. കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമല്ലയോ കറിവേപ്പ്. ഇന്നത്തെ എൻ്റെ കൃഷിയെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അന്നേരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അന്നേരം ഇതുകൂട്ടുള്ള നല്ല നല്ല കൃഷി വീഡിയോസും നല്ല നല്ല കുക്കിംഗ് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അന്നേരം എല്ലാവരും അത് കാണണം. അന്നേരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അന്നേരം ഇതുകൂട്ടുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അന്നേരം എല്ലാവർക്കും ബൈ.